എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രണ്ടിൽ തമിഴ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു സംഭവം എന്താണെന്നുള്ളത്. ഇതിന്റെ പേര് ജി റോളർ എന്നാണ് ഇതിന്റെ പേര്. നമുക്ക് ബാക്ക് സോക്കറ്റ്, ചെയിൻ സോക്കറ്റ്, അതേപോലെ തന്നെ ബാക്ക് അലായൊക്കെ നല്ലോണം വൃത്തിയായിട്ട് കഴുകാനും അതേപോലെ ചെയിനൊക്കെ ഈസിയായിട്ട് ലൂബ് ചെയ്യാനും പറ്റിയ ഒരു സിമ്പിളായിട്ടൊരു ചെറിയൊരു ഉപയോഗം ഉള്ളൊരു സാധനമാണിത്. ഇപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ നിങ്ങൾക്ക് ആരെങ്കിലും വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തയക്കാം. നിങ്ങൾ ഓൺലൈൻ ഷോപ്പിൽ പോയി ഇതിൻ്റെ ഒറിജിനൽ പർച്ചേസ് ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ വില എന്ന് പറയുന്നത് 800-900 സംതിങ്, നല്ല എക്സ്പെൻസീവ് ആയിട്ടൊരു ചെറിയ റേറ്റാണ് ഓൺലൈൻ ഷോപ്പിലുള്ളത്. ഇപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എത്ര രൂപ ആയെന്ന് ചോദിച്ചാൽ വെറും 100 രൂപ എനിക്ക് ആയിട്ടുള്ളൂ. ഉണ്ടാക്കിയ വെൽഡിങ് ഷോപ്പിൽ കൊടുത്ത അയാളെ പണിക്കൂലി മാത്രം 100 രൂപ. ആ 100 രൂപ, ആ ഒരു 100 രൂപ എനിക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എന്താണ് ഉണ്ടാക്കുന്ന വീഡിയോ എന്തായാലും നമുക്ക് നേരെ കാണാൻ പോകാം. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കണ്ടത്, നിങ്ങൾ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു റോളറിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന 4 വീൽ ബെയറിംഗ് ആണ്. ഇപ്പോൾ 3 കയ്യിലുള്ളൂ, പക്ഷേ 4 വീൽ ബെയറിംഗ് നമുക്ക് വേണം. ഒരേ സൈസിലെ 4 വീൽ ബെയറിംഗ് ആണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീൽ ബെയറിങ്ങിൻ്റെ സെയിം അളവിനുള്ള നമുക്ക് ഇരുമ്പ് പൈപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സെയിം അളവിലുള്ള ഇരുമ്പ് പൈപ്പ് മാക്സിമം നിങ്ങൾ എവിടെയെങ്കിലും ഒപ്പിക്കാൻ നോക്കുക, എങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സംഭവം ഉണ്ടാക്കാം. അപ്പോൾ ഏകദേശം ബെയറിങ്ങിൻ്റെ അളവിനുള്ള ഒരു പൈപ്പ് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ആയില്ല, നമ്മൾ ഒന്നുകൂടെ സെർച്ച് ചെയ്യണം കറക്റ്റെങ്കിലും അതിൻ്റെ പക്ക സൈസിലുള്ള അളവ് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഈ ബെയറിങ്ങിൻ്റെ സൈസിനായിട്ട് കറക്റ്റ് സൈസിനായിട്ടുള്ള പൈപ്പ് കിട്ടിയില്ല, എങ്കിലും നമുക്കൊരു ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനുള്ള ചെറിയൊരു പൈപ്പ് കിട്ടി. ഇനിയിപ്പം ആ ഒരു ഭാഗം വെച്ച് നമുക്ക് ഈ ബെയറിങ് വെൽഡ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഈ പൈപ്പ് ഇത്രയും നീളം നമുക്ക് ആവശ്യമില്ല, ഇതിൻ്റെ ഒരു 2 പീസായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഒരു ശകല നീളം മതി. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കാണുന്നത്. നമ്മളെ കൂട്ടുകാരെ തന്നെ വിഷ്ണുവാണ് അത് കാണിച്ചത്. പിന്നെ ഇപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ ഒരു ഇത്ര പീസ്, ആ പീസ് നമ്മൾ എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ തന്നെ 2 പീസായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 പീസായിട്ട് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ബെയറിങ് ആ ഒരു ഭാഗത്ത് വെച്ച് നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ബെയറിങ് നമുക്ക് നല്ല സ്ട്രോങ് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ബെയറിങ് ഈ പൈപ്പിൻ്റെ അകത്ത് വെൽഡ് ചെയ്യാൻ നോക്കിയത്. പക്ഷേ പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചൂടടിച്ച് ഇതിൻ്റെ ബെയറിങ്ങിൻ്റെ അകത്തെ ഇരുമ്പ് ബാളെല്ലാം കൂടെ കൂട്ടി ജാമായിപ്പോയി. ഒരിക്കലും ഇതൊരു സ്ട്രോങ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു ബെയറിങ്ങിനുള്ള ഭാഗം ബിൽഡ് ചെയ്യില്ല. അപ്പോൾ ഇനി വേറൊരു ഐഡിയയിലാണ് ഇനി ഈ ബെയറിങ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പൈപ്പും ബെയറിങ്ങായിട്ട് ചെറിയൊരു വ്യത്യാസം ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബൈക്കിൻ്റെ ട്യൂബ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ട്യൂബ് ചുമ്മാ അതിനകത്ത് വെച്ചാൽ എന്തായാലും ഇളകി പോകും. അതുകൊണ്ട് നമ്മൾ ഈ ട്യൂബ് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നമ്മളെ കയ്യിരിക്കുന്ന അറാഡായിട്ട് ഗമ്മ് വെച്ചാണ് നമുക്ക് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗമ്മാകുമ്പോൾ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതാണ് നല്ല സ്ട്രോങ് ഗമ്മ്, ആ ഒരു ഗമ്മ് വെച്ച് ഈ ഒരു ട്യൂബും അതുപോലെ അതിൻ്റെ ബെയറിങ്ങിൻ്റെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന ഭാഗം നമ്മൾ തമ്മിൽ വെച്ചാണ് ആ പൈപ്പിനകത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ലൊരു സ്ട്രോങ് ഉള്ള ഗമ്മ് വെച്ച് നിങ്ങൾ അതിനകത്ത് ഒട്ടിക്കുക. അപ്പോൾ നമ്മൾ ഗമ്മ് നല്ലോണം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ട്യൂബ് അതിൻ്റെ അകത്ത് കയറ്റിയിട്ട് ഈ ഒരു ബെയറിങ് നമ്മൾ അതിൻ്റെ അകത്ത് വെച്ച് നല്ല അടിപൊളിയായിട്ട് ഫിക്സ് ചെയ്യുന്നതാണ് പോകുന്നത്. ആ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഐഡിയ വെച്ച് ഈ ഒരു ബെയറിങ് അതിൻ്റെ അകത്ത് അടിപൊളിയായിട്ട് സ്ട്രോങ് ആയിട്ട് ഫിറ്റ് ചെയ്യുക. നമ്മൾ ബെയറിങ് എന്തായാലും അടിപൊളിയായിട്ട് ഇതിൻ്റെ അകത്ത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഫിറ്റ് വെച്ചിട്ടുണ്ട്. ഇതിന് ഉണങ്ങാൻ നമുക്ക് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഉണങ്ങുന്ന ടൈം നമുക്ക് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 എണ്ണം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 പീസ് ഈ നമ്മളെ കഴിക്കുന്ന 2 ഇരുമ്പ് റോളിൽ നമ്മൾ 4 ബെയറിങ് വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് ഗമ്മ് വെച്ച് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലോണം നമ്മൾ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 1 മണിക്കൂർ വെച്ച് എന്തായാലും നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ വേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബെയറിങ്ങിൻ്റെ സൈസിലുള്ള 2 ആക്സിലാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ആക്സിൽ നമുക്ക് ഷോറൂമിലൊക്കെ പോയാൽ അവിടെ നിന്നും ഫ്രീ ആയിട്ട് കിട്ടും. എനിക്കിത് ഫ്രീ ആയിട്ട് കിട്ടിയത് തന്നെ. ഷോപ്പിൽ പോയി ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ചെറിയ കേടായ ബെയറിങ് അല്ല ആക്സിൽ കാണും. അപ്പോൾ അതിന് കറക്റ്റ് അളവിലുള്ള ആക്സിൽ 2 എണ്ണം എടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് റോളർ 2 നമുക്ക് റെഡിയായി. ഇനിയിപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലത്തെ പ്ലാറ്റ്ഫോമാണ് ഇനി ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വെൽഡിങ് ഷോപ്പിൽ പോകണം. അപ്പോൾ വെൽഡിങ് ഷോപ്പിൽ പോയി അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഞാൻ എൻ്റേതായ ഒരു ക്രിയേറ്റിവിറ്റിയിൽ ഞാൻ തന്നെ ഒരു പേപ്പറിൽ വരച്ചെടുത്ത് 2 പീസ് വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസിൽ നമുക്ക് ഇനി ഇരുമ്പിൽ വെച്ച് പീസ് വെട്ടിയെടുക്കുക, ഇരുമ്പ് പീസ് വെട്ടിയെടുക്കാനുള്ളത്. അപ്പോൾ ഇതിനി വെൽഡിങ് ഷോപ്പിൽ കൊണ്ടുപോയി അവർക്ക് ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് ഉപയോഗപ്പെടും. അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അവിടെ കൊണ്ട് ഇനി അയാൾക്ക് പറഞ്ഞു കൊടുത്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ പേപ്പറിൽ വെട്ടിക്കൊണ്ട് വെൽഡിങ് ഷോപ്പിൽ കൊണ്ടുപോകുന്നത്.
ഇനിയിപ്പോൾ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരെ തന്നെ വെൽഡിംഗ് ഷാപ്പിൽ പോകാം. അവർക്ക് ഈ ഐഡിയ പറഞ്ഞു കൊടുത്ത് നമുക്ക് ഈ ഒരു 2 പീസ് നമുക്ക് ഇരുമ്പിൽ തന്നെ നമുക്ക് സെറ്റപ്പൊക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ വെൽഡിംഗ് ഷാപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെൽഡിംഗ് ഷാപ്പിൽ അണ്ണനെ കൊണ്ട് നമുക്ക് ഈ ഒരു പീസ് നമുക്ക് ഇരുമ്പിലെ പീസ് നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഇരുമ്പ് പീസാണ് നമ്മൾ കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഈ പേപ്പറിൽ അളന്നേക്കാളും കുറച്ചുകൂടെ പൊക്കം കൂട്ടിയാണ് വെൽഡിംഗ് ഷാപ്പിൽ അണ്ണ നമുക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ ഒരു പീസ് അടിയിൽ നമുക്ക് റോളർ അടിയിലത്തെ പ്ലാറ്റ്ഫോമിൽ തട്ടാത്ത രീതിയിൽ വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ ഇതിനേക്കാളും കുറച്ച് പൊക്കം കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു വെൽഡിങ്ങിൻ്റെ ഈ ഇരുമ്പ് സാധനം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഉദ്ദേശിച്ച സെയിം അളവിൽ നമുക്ക് കിട്ടിയിരുന്നാൽ മതി. അപ്പോൾ നമുക്കിനി ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഈ 2 പീസ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. 2 ആംഗിളിലായിട്ട് വയ്ക്കാനുള്ള പീസാണ്. ഇപ്പോൾ ഇനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ അടിയിലെ പ്ലാറ്റ്ഫോമാണ് അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 2 സൈഡ് നമ്മൾ അടിപൊളിയായിട്ട് വെൽഡ് ചെയ്ത് സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അടിയിലത്തെ പ്ലാറ്റ്ഫോം അത് എന്ന് വെച്ചാൽ അടിയിൽ വരുന്ന ആ ഒരു പീസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഒറ്റ പീസായിട്ടുള്ള ഒരു ഇരുമ്പ് കഷ്ണം നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ 2 പീസ് വെട്ടി യോജിപ്പിച്ചാണ് അടുത്ത പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പം നമ്മളെ അടിയിലത്തെ പ്ലാറ്റ്ഫോം അതിലത്തെ സൈഡിൻ്റെ പീസെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് വെൽഡ് ചെയ്ത് സെറ്റപ്പാക്കി തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്സിലിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയ 2 റിങ് ഇടണം. അപ്പോൾ ആ റിങ് ഇടുന്നത് എന്തിനെന്ന് വെച്ചാൽ ഈ ഒരു റോളർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിങ് ഇടുന്നത്. അപ്പോൾ ഈ ഒരു റിങ് നമ്മൾ റിങ് കിട്ടിയില്ലെങ്കിൽ 2-3 വാഷർ വാങ്ങിച്ചിട്ടാലും മതി. അതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആക്സിലിൻ്റെ അളവിൽ 3-4 വാഷർ വാങ്ങിച്ചിട്ടാലും മതി. ഇപ്പോൾ ഞാനിപ്പോൾ റിങ്ങാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വെൽഡിംഗ് ഷാപ്പിൽ എണ്ണം തന്നെ ഉണ്ടാക്കി തന്ന ചെറിയൊരു റിങ്ങാണ്, കമ്പി വളച്ച് ഉണ്ടാക്കി തന്ന റിങ്ങാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡിൽ വെച്ചപ്പോൾ തന്നെ മറ്റേ സൈഡിൽ കോടിയും കുറച്ച് നിൽക്കുന്നുണ്ട്. ഈ ഒരു സൈഡിൽ ഈ റിങ് കയറത്തില്ല. അപ്പോൾ ആ ഒരു സൈഡിൽ നമുക്ക് ചെറിയ രണ്ട് റിങ് കൂടെ ആ ഒരു സൈഡിൽ നമുക്ക് ഉണ്ടാക്കിയിടണം. അപ്പോൾ വെൽഡിംഗ് ഷാപ്പിൽ എണ്ണം തന്നെ അതും ഉണ്ടാക്കി തന്നത്. ഒരു സൈഡിൽ വലുതും ഒരു സൈഡിൽ ചെറിയ റിങ്ങുമാണ് ഉണ്ടാക്കി തന്നത്. അപ്പോൾ നിങ്ങൾക്കിത് റിങ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് വാഷറായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ എന്തായാലും ഈ ഒരു ആക്സിലിൻ്റെ അളവിൽ വാഷർ വാങ്ങിച്ചിടാൻ നോക്കുക. ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ആക്സിൽ കട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇത്ര നീളം നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഈ ആക്സിൽ കട്ട് ചെയ്ത് ആ ഒരു ഭാഗം വെച്ച് നമുക്ക് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ആക്സിൽ കട്ട് ചെയ്ത് ആ ഒരു ഭാഗത്ത് വെൽഡ് ചെയ്യാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമ്മളെ സംഭവം എന്തായാലും റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രണ്ടിലത്തെ ഈ പീസിൽ നമ്മൾ കൂർത്തിരിക്കുന്ന ആ പീസ് നമുക്ക് ഒരു പട്ട വെച്ച് അതുകൊണ്ട് അടയ്ക്കണം. അപ്പോൾ ആ അടയ്ക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടയറൊക്കെ നമുക്ക് ഈസി ആയിട്ട് അതിൽ കൂടെ ഓട്ടിച്ച് തന്നെ കയറ്റാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പീസ് കൂടെ നമുക്ക് ഈ പേപ്പറിൻ്റെ അളവാണ് വെച്ചിരിക്കുന്നത്. ആ ഒരു പീസ് കൂടെ നമുക്കൊരു പട്ട വെച്ച് വെൽഡ് ചെയ്യാം. പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പൊട്ടിപ്പൊളിഞ്ഞ പീസൊക്കെ നമ്മൾ അണ്ണൻ മിഷൻ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുകയാണ്. നമ്മളെ കൈയൊക്കെ നമ്മൾ കൊണ്ട് മുറിയായിരിക്കാൻ വേണ്ടി അടിപൊളിയായിട്ട് ഷേപ്പ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ സാധനം എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വർക്ക് ചെയ്യണം എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഉണ്ടാക്കി തന്നെ അണ്ണൻ പിന്നെ പരിചയം അണ്ണാ അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയത് തന്നെ. ഇനിയിപ്പോൾ ഇതിന് വർക്ക് ചെയ്യണം എങ്ങനെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ബൈക്കിൽ ഈ റോളർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ വണ്ടി സ്റ്റാർട്ടാക്കി വേണ്ട, വണ്ടി ടയർ ഒന്ന് കറന്ന് നോട്ടെ, വണ്ടി സ്റ്റാർട്ടാക്കി നോക്കാം എങ്ങനെയാണ് നോക്ക്. ഫസ്റ്റ് ഗിയർ ഇട്ട് സ്റ്റാർട്ടാക്കി വിട്ടോടാ, കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടിപൊളിയായിട്ട് 2 റോളർ അടിപൊളിയായിട്ട് നല്ലോണം കറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റോളർ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗമുണ്ട്. നമുക്ക് ബാക്ക് ടയർ നല്ലോണം കഴുകാനാണെങ്കിൽ, നമുക്ക് ചെയിനൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് ഉപയോഗമുണ്ട്. നമുക്ക് ഈ സ്റ്റാർട്ട് ചെയ്ത് തന്നെ കറക്കണമെന്നില്ല, നമുക്ക് കൈവച്ച് കറക്കാൻ ഈ ഒരു വീൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ലോണം കറങ്ങും.
ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ലൂബ് അടിച്ച് നോക്കാം. നമുക്ക് വണ്ടി സ്റ്റാർട്ടിങ്ങിലല്ലേ, ഇപ്പം നമ്മൾ കൈ ഉപയോഗിച്ചാണ് കറക്കുന്നത്. ഇപ്പോൾ അടുത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റോളറിൻ്റെ മണ്ടയിൽ നമ്മൾ ടയർ കയറ്റിയിട്ട് നമ്മൾ സെക്കൻഡ് ഗിയർ മാറി ഫുൾ ത്രോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.